നമസ്കാരം. ഉബ്രങ്കള ശ്രീ അയ്യൂർ വിഷ്ണുമൂർത്തി, ശ്രീ ചാമുണ്ടി, ശ്രീ നാഗബ്രഹ്മനും അതുപോലെ തന്നെ രക്തേശ്വരിയും അതുപോലെ തന്നെ ഗുളികനും താമസിക്കുന്ന ഉബ്രങ്കള എന്ന ഈ പുണ്യഭൂമിയിൽ ഇന്ന് ഡിസംബർ 22 തന്ത്രിവര്യരാണ് ശ്രീ ദേലമ്പാടി ഗണേശ് തന്ത്രിയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന പുനർപ്രതിഷ്ഠ ബ്രഹ്മകലശം, അതുപോലെ തന്നെ അത് കഴിഞ്ഞതിന് ശേഷം കളിയാട്ട മഹോത്സവവും അതിൻ്റെ തുടക്കം കുറിച്ചിരിക്കുന്നു. 22 മുതൽ ഇന്ന് മുതൽ അടുത്ത 30-ാം തീയതി വരെ നടക്കുന്ന ഈ കളിയാട്ട മഹോത്സവമാണ്. ഇതിന് തുടക്കങ്ങളെല്ലാം പൂർത്തീകരിച്ചിരിക്കുന്നു. അഹോരാത്രി ശ്രമിച്ചിട്ടാണ് ഇതിൻ്റെ പ്രവർത്തകർ ഇത്രയും ഒരു ഭംഗിയായിട്ട് ഈ പരിസരവും ഈ അമ്പലവും ഒരുക്കിയിരിക്കുന്നത്. തോരണങ്ങളും അതുപോലെ തന്നെ പല പല രീതിയിലുള്ള ആകർഷകമായ രീതിയിൽ നമ്മുടെ ദൈവകട്ടകളും ദൈവഗുടികളും ഒക്കെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അതിൻ്റെ മുന്നോടിയായി നമ്മൾ ഇന്ന് പ്രധാനപ്പെട്ട ചടങ്ങാണ് ഇന്ന് ആനപ്പന്തൽ കയറുക. ശ്രീ അയ്യൂർ ദേവസ്ഥാനത്തിൻ്റെ മുമ്പിലും അതുപോലെ തന്നെ വിഷ്ണുമൂർത്തി ദേവസ്ഥാനത്തിൻ്റെ മുമ്പിലും ആനപ്പന്തൽ കെട്ടി ഇവിടുത്തെ ബാല്യക്കാർ, അത് പ്രാചീനമായ ഒരു സമ്പ്രദായമാണ് ആനപ്പന്തൽ കയറുക എന്നത്. അത് നമ്മൾ നടത്തിയിരിക്കുന്നു. കൃത്യം 12:30 മണിക്ക് ആനപ്പന്തൽ കയറ്റം ഉണ്ടായി. അതിൻ്റെ അർത്ഥം കളിയാട്ടത്തിൻ്റെ അഥവാ ബ്രഹ്മകലശത്തിൻ്റെ തുടക്കം കുറിച്ചു എന്നതാണ്. ഇപ്പോൾ തന്നെ പല പല നാട്ടിൽ നിന്നും ജനങ്ങൾ വരുന്നുണ്ട്. വളണ്ടിയേഴ്സ് കൂടുതലായിട്ട് അവരുടെ സേവ ചെയ്യാൻ വേണ്ടി സേവാ മനോഭാവിഷ്ടരായിട്ട് ഇവിടത്തേക്ക് വരുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇനി അടുത്ത് നടക്കുന്ന തുടർച്ചയായിട്ട് നടക്കുന്ന 30 വരെ നടക്കുന്ന ഈ ദൈവിക പരിപാടിയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ഈ പുണ്യഭൂമിയിലേക്ക് വരണം. ഇവിടെ വസിക്കുന്ന ദൈവങ്ങളുടെ അനുഗ്രഹാശീർവാദങ്ങൾ, കൃപാകടാക്ഷങ്ങൾ നിങ്ങൾക്ക് അവർ തരും. അതുകൊണ്ട് നിങ്ങൾ വരണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ശ്രീ അയ്യൂർ ശ്രീ വിഷ്ണുമൂർത്തി ശ്രീ ചാമുണ്ടി ദേവസ്ഥാനം ഉബ്രംകുളം. ഇത് കുറേ വർഷം മുന്നേ, ഒരു 4-5 വർഷം മുന്നേ കേട്ടൊരു പേരാണ്. സത്യത്തിൽ ഞാൻ ഗൾഫിലുണ്ടായ സമയത്താണ് ഇതിനെ പറ്റിയിട്ട് നമ്മുടെ ഇവിടെ നിൽക്കുന്ന സുഹൃത്തും അതുപോലെ 2-3 ആൾക്കാരും കൂടെ വന്നിട്ട് ഈ കാര്യം പറഞ്ഞിരുന്നു. പക്ഷേ അന്ന് തീർച്ചയായിട്ടും നമ്മൾ ഒരുപാട് തറവാടും അതുപോലെ ദേവസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആൾക്കാർ വരുന്നുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളതിനെപ്പറ്റി അത്ര ഗൗനിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നത് സത്യം തന്നെയാണ്. കാരണം വെച്ചാൽ ആ രീതിയിലുള്ള ഒരുപാട് ആൾക്കാർ വരുന്നതും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഈ ഭൂമിയിൽ ഞാൻ വന്ന് കാല് വെച്ച സമയത്ത് എനിക്കുണ്ടായ ഒരു ഫീലിംഗ് എന്ന് വെച്ചാൽ, അന്ന് 5 വർഷം മുന്നേ ഞങ്ങൾ അതിനെപ്പറ്റി തീരെ ശ്രദ്ധ കൊടുക്കാതിരുന്നൊരു കാര്യമായിരുന്നു. പക്ഷേ ഇന്നത് അത് തെറ്റായിപ്പോയി എന്ന് എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും. കാരണം വെച്ചാൽ ഈ ഒരു ഭൂമിയിൽ നിൽക്കുമ്പോൾ തോന്നുന്ന ആ ഒരു വിശ്വാസം. കാരണം ഇന്ന് മുതൽ തുടങ്ങിയിട്ട് 22 മുതൽ തുടങ്ങിയിട്ട് 30-ാം തീയതി വരെ ഇവിടെ നടക്കുന്ന ബ്രഹ്മകലശോത്സവം, അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഇവിടെ ബന്ധപ്പെട്ട ആൾക്കാർ നടത്തിയിട്ടുണ്ട്. ആ നടത്തിയത് തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് മാത്രമാണ്
ഇങ്ങനെയുള്ള രീതിയിലുള്ള ഇവിടെ ഒരു പ്രവർത്തനം നടത്തിയത് കൊണ്ടാണ് ഈ രീതിയിൽ ഈ ദേവസ്ഥാനത്ത് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയെന്നുള്ളത്. അതിന് തീർച്ചയായിട്ടും എല്ലാവരും അഭിനന്ദനാർഹമാണ്. ആ കാര്യം ചെയ്ത് എല്ലാ ആൾക്കാർക്കും നന്ദിയുണ്ട്. കാരണം ഇത് നമ്മുടെ കുടുംബത്തിനും അതുപോലെ ഈ ഐവർ ദേവസ്ഥാനവുമായി ബന്ധപ്പെട്ട് മറ്റുള്ള എല്ലാ കൂട്ടുകുടുംബാംഗങ്ങളും ബന്ധപ്പെടേണ്ട ഒരു സ്ഥാനമായി ഇത് മാറിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ വരും ദിവസങ്ങളിൽ ഇവിടെ വരുന്ന ഭക്തജനങ്ങൾ, നമ്മുടെ ബന്ധപ്പെട്ട എല്ലാ ഭക്തജനങ്ങളും കുടുംബാംഗങ്ങളും ഇവിടെ വരും തീർച്ചയായിട്ടും. കാരണം ആ രീതിയിലുള്ളൊരു പ്രവർത്തനമാണ് ഇവിടുത്തെ ബന്ധപ്പെട്ട ആൾക്കാർ നടത്തിയിട്ടുള്ളത്. മാത്രമല്ല ഞാൻ കഴിഞ്ഞ ഒരു 2-3 വർഷമായിട്ട് കാണുന്നുണ്ട് ഇതിൻ്റെ പിന്നിൽ അഹോരാത്രം പ്രവർത്തിക്കുന്ന കുറച്ച് ആൾക്കാർ. തീർച്ചയായിട്ടും ഇതിൻ്റെ സെക്രട്ടറി ആയാലും ജനറൽ സെക്രട്ടറി ആയാലും അതുമാതിരി ട്രഷറർ ആണെങ്കിലും മറ്റുള്ള ഇതിന് ബന്ധപ്പെട്ട എല്ലാ ആൾക്കാരും ഈ ദേവസ്ഥാനമായിട്ട് ബന്ധപ്പെട്ട് ഓരോരോ ആൾക്കാരും കുടുംബാംഗങ്ങളും കാണാൻ സന്മനസ് കാണിച്ചു. ആ സന്മനസ് കാണിച്ചതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇന്നിവിടെ കാണാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇതിന് ദൈവികമായ ഐശ്വര്യം ഉണ്ടാവും എന്ന് തീർച്ചയാണ്. ഈ പ്രതിഷ്ഠാ ദിനം കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും അതിൻ്റെ എല്ലാവിധ ദൈവാധീനങ്ങളും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും നന്ദി.